ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان وعلى آله وصحبه أجمعين، أما بعد. اللهم ألهمنا مراشد أمورنا وعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم افتح بالخير واجعل عاقبة أمورنا خير. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഷാബാൻ മാസത്തിൻ്റെ പവിത്രമായ ഈ നാളുകളിൽ റമളാൻ പടിവാതിൽക്കലെത്തിയിരിക്കുന്ന ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആഗ്രഹിച്ച് അവൻ്റെ മഗ്ഫിറത്തിൽ പ്രതീക്ഷ വെച്ച് നാം അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് അവൻ്റെ കരുണയോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ മാസത്തെ നല്ല രീതിയിൽ വരവേൽക്കാനും നമസ്കാരം കൊണ്ടും ദിക്ർ തിലാവത്ത് കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടി അവൻ്റെ നരകത്തിൽ നിന്നുള്ള മോചനം ലഭിച്ച് ഭാഗ്യം സിദ്ധിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഹിജ്റ 3-ാമത്തെ വർഷം നടന്ന ഉഹദ് യുദ്ധത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഉഹദ് യുദ്ധത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഉഹദ് യുദ്ധത്തെക്കുറിച്ച് തന്നെ ഇപ്പം നമ്മൾ 6-ാമത്തെ ക്ലാസ്സാണ് ഇത് എടുക്കുന്നത്. ഇനിയും ഏകദേശം ഒരു 6 ക്ലാസ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3-4 ക്ലാസ് ഉഹദ് യുദ്ധത്തെക്കുറിച്ച് മാത്രം പറയാനുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. റമളാൻ നമ്മൾ സാധാരണ ക്ലാസ് വെക്കാറില്ല. ഇനി ആകെ റമളാൻ 2 ആഴ്ചയേ ഉള്ളൂ. ഉഹദിലെ ഏകദേശം ആദ്യ ഘട്ടത്തെക്കുറിച്ച് കുറച്ച് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ഇന്ന് പറഞ്ഞു കഴിയും. പക്ഷേ ഉഹദ് ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞു തീർക്കുന്നില്ല, ഇനിയും പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഒരു 2 മാസത്തെ കാത്തിരിപ്പിന് ശേഷം റമദാനൊക്കെ കഴിഞ്ഞ് ബൈനോമ്പൊക്കെ കഴിഞ്ഞ് ശവ്വാൽ 10 ആകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും ആരംഭിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേട്ടതും പറഞ്ഞതും ഒക്കെ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശത്രുക്കൾ ഓരോരോ ടീമുകളായിട്ട് അടുത്തു വരുന്നതും നബിതങ്ങളെ പ്രതിരോധിച്ച് നിന്ന മഹാന്മാരായ സഹാബാക്കളുടെ ത്യാഗവും അവരുടെ കഷ്ടപ്പാടൊക്കെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, അതുപോലെ തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ഇവർക്ക് രണ്ടുപേർക്കുള്ള പ്രത്യേകത എന്തായിരുന്നു? ഇവർ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടവരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽപ്പെട്ടവരായി ഇവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇവരവരാണല്ലോ എന്ന് തന്നെ അറിയുന്നത്. ഇനി നമുക്ക് അവരെക്കുറിച്ച് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടവരാണെന്ന് അറിയാമെങ്കിലും കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടു, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, എൻ്റെ അടക്കം അവസ്ഥ പറയാം, ഒരുപാട് സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക ഈ അശറത്തുൽ മുബശ്ശിരീൻ എന്നൊക്കെ പറഞ്ഞാൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് കാറ്റഗറിയാണ്. നബിമാർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവരാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായവർ ഉമർ റളിയല്ലാഹു അൻഹു, ബാക്കിയുള്ള 3 ഖലീഫമാരുമാണ്. 4 ഖുലഫാ റാഷിദീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായവരാരാ? അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഈ 4 പേര് കഴിച്ചാൽ ബാക്കിയുള്ള 6 പേരാണ്. പക്ഷെ നമുക്ക് അവരുടെ പേര് കേൾക്കുമ്പോൾ പോലും ഇവരാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണെന്ന് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്. എന്നെപ്പോലെയുള്ള ആളുകളാണെങ്കിൽ ചിലപ്പം അവരുടെ പല സംഭവങ്ങളും ആദ്യമായിട്ട് കേൾക്കുന്നതുമായിരിക്കും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈമാനിയായ കുറവ് സംഭവിക്കുന്നത്, നമുക്ക് അമലിലുള്ള ആവേശം നഷ്ടപ്പെടുന്നത്, നമുക്ക് ഇനിയും കൂടുതലായിട്ട് ചെയ്യാനുള്ള ആഗ്രഹം വരാത്തത്. സഹാബാക്കളെക്കുറിച്ച് അറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ
ഈമാൻ കൂടും, അമല സാലിഹാത്ത് ചെയ്യാനുള്ള ആഗ്രഹം വർദ്ധിക്കും. അള്ളാഹു ആ രീതിയിൽ ചരിത്രം മനസ്സിലാക്കണ തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കേണ്ടത് വളരെ ദുഃഖകരമായ ഒരു കാര്യം വിവരിച്ചുകൊണ്ടാണ്. ഉഹദിൻ്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നമ്മുടെ ഹബീബിന്, നമ്മുടെ കരളിൻ്റെ കഷ്ണത്തിന്, നമ്മുടെ മുത്തിന് ഏറ്റ പരിക്കുകൾ, അവിടത്തേക്ക് ഏറ്റ ദുരിതങ്ങൾ, അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങേണ്ടത്. പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, കേൾക്കാനും നമുക്ക് നല്ല മനപ്രയാസമുണ്ട്. പക്ഷേ പറയണം, നമ്മൾ കേൾക്കണം നമ്മൾ. കാരണം അവിടെ നിന്ന് ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഫുഡ് കൊടുക്കാനായിരുന്നില്ല, അവരുടെ ചിലവ് പോറ്റാനായിരുന്നില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് തീറ്റ കൊടുക്കാനായിരുന്നില്ല, അവരുടെ വീട്ടിലെ ചിലവ് നടത്താനായിരുന്നില്ല. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന മുഴുവൻ ത്യാഗങ്ങളും അവിടുന്ന് സഹിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. എല്ലാവരും അവരുടെ മനസ്സിൽ കൈവച്ചത് ആലോചിക്കണം. നമുക്ക് ഈ ദീനെത്തിക്കാൻ വേണ്ടിയായിരുന്നു, അതല്ലാതെ വേറൊരു ലക്ഷ്യവും അതിന് പിന്നിലില്ലായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദ്യ 9 പേരാണ് ഉണ്ടായിരുന്നത്. 7 അൻസാരികളും 2 മുഹാജിരിങ്ങളും. അതിനുശേഷം 7 അൻസാറുകളും പാവങ്ങൾ നബിതങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവൻ കൊടുത്ത് ഷഹീദായി. വീണ്ടും 11 അൻസാരികൾ വന്നു, അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ജീവിതം കൊടുത്ത് ഷഹീദായി. അവസാനത്തെ സഹാബി, അൻസാരി സഹാബി, നബിതങ്ങളുടെ കാലിൽ തൻ്റെ ചള്ള വെച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്. അതിനുശേഷം തൽഹാ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് പോരാടി. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തൽഹാ റളിയല്ലാഹു അൻഹും വീണ്. അദ്ദേഹം വീണ് പിന്നെ റസൂലുള്ളാഹിക്ക് പരിക്കുകൾ പറ്റി തൊട്ടുടനെ ഒരു 14 പേര്, മൂന്നാമത്തെ ടീം എത്തുന്നത് എത്ര പേരാ? 14 പേര് ഓടി എത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചില സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് തൽഹാ റളിയല്ലാഹു വീണ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള സഹാബാക്കളൊക്കെ എവിടെയായിരുന്നു എന്ന് ആലോചിക്കരുത്. കാരണം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലാസ് എടുത്തിട്ട് 50 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ പറയുന്നത് സംഭവിക്കുന്നത് മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ്. ഈ കുറച്ച് സെക്കൻഡുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധരണാങ്കണത്തിൽ ഒറ്റക്കായി. ശത്രുക്കളൊക്കെയും ഒരുമിച്ച് നബിതങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ അയച്ചുവിടാൻ തുടങ്ങി. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നത് ഉത്ബത്ത് ഇബ്നു അബി വഖാസ് ലഅനത്തുല്ലാഹി അലൈഹി എന്നയാളായിരുന്നു. ഈ പേരോടെയും കേട്ടിട്ടുണ്ടോ? ഇബ്നു അബി വഖാസ് എവിടെ നമ്മൾ കേട്ടിട്ടുള്ളത്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വേറൊരാളെ കൂടി കേട്ടിട്ടുണ്ട്, ഇവരുടെ സഹോദരൻ. ആരാത്? ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ബദറിൽ ഷഹീദായ ഏറ്റവും പ്രായം കുറഞ്ഞ സഹാബി. മറന്നു പോരുത്. ഈ 2 പേരുടെ ഒരു സഹോദരനാണ് ഉത്ബ ഇബ്നു അബി വഖാസ്. പക്ഷെ അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചവരിൽ, വേദനിപ്പിച്ചവരിൽ ആദ്യമായിട്ട് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ ഉത്ബ എന്ന് പറഞ്ഞാൽ ലഅനഹുല്ലാഹ്. അയാൾ 4 വലിയ കല്ലുകൾ എടുത്തു. ആ 4 കല്ലുകൾ ഒന്നിന് പിറകെ ഒന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമേനിയിലേക്ക്, മുബാറക്കായ അവിടുത്തെ മുഖത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയാൻ തുടങ്ങി. ഈ 4 കല്ലും അവിടുത്തെ മുഖത്തേക്ക് വന്ന് പതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞു വീഴുകയും ചെയ്തു. ഈ കല്ല്, ഉത്ബ എറിഞ്ഞ കല്ലിലൂടെ നബിതങ്ങൾക്കുണ്ടായ മുറിവ് അവിടുത്തെ റുബായിയത്ത്, വലത് വശത്തെ താഴെയുള്ള റുബായിയത്തിൻ്റെ പല്ല് പൊട്ടി. അറബി ഭാഷയിൽ മുമ്പിലുള്ള 2 പല്ലുകൾക്ക് സനായ എന്ന് പറയാം. ഈ മുകളിലുള്ള പല്ലും താഴെയുള്ള 2 പല്ല് സനായ എന്ന് പറയാം. ഈ സനായയുടെ തൊട്ടിപ്പുറം ഇതിനെന്താ പറയുക? റുബായിയ എന്ന് പറയാം. റുബായിയ 4 ഉണ്ട്. മുകളിലൊന്ന്, താഴെ ഒന്ന്, വലതു ഭാഗത്ത്, ഇടതു ഭാഗത്തും ഈ 2 പല്ലിന് ശേഷമുള്ള മുകളിലൊന്ന്, താഴെ ഒന്ന്. റുബായിയ 4 ഉള്ള ഉത്ബ ഇബ്നു അബി വഖാസ് എന്ന ആളുടെ കല്ലേറ് കൊണ്ടിട്ട് റസൂലുള്ളാഹിന്റെ വലതുവശത്തുള്ള റുബായിയത്തിൻ്റെ പല്ല് പൊട്ടി. പറഞ്ഞു പോയിട്ടില്ല, മറിച്ച് അത് പൊട്ടുകയായിരുന്നു. അവിടുത്തെ മുബാറക്കായ ചുണ്ട് അത് മുറിഞ്ഞ് അതിങ്ങനെ കീറി താഴേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലുണ്ടായിരുന്ന തൊപ്പി അത് പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ മുഖത്തിൽ നിന്ന് ചോര, രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുക, ഞാൻ ഒരു വ്യക്തിയെയും കൊല്ലണമെന്ന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ല. കഹിർസി അലാ ഖത്ലി ഉത്ബ ഇബ്നു അബി വഖാസ്, എൻ്റെ സഹോദരൻ ഉത്ബ ഇബ്നു അബി വഖാസിനെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറൊരാളെയും കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. കാരണം എൻ്റെ സഹോദരനാണെങ്കിലും എൻ്റെ ഹബീബിനെ മുറിവേൽപ്പിച്ചവനാണ്, എൻ്റെ ഹബീബിൻ്റെ ചുണ്ട് പൊട്ടിച്ചവനാണ്, എൻ്റെ ഹബീബിൻ്റെ പല്ല് ഷഹീദാക്കിയവനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായിരുന്നു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ അയാളെ കൊല്ലാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം റസൂലുള്ളാഹിനെ ഇത്രയും ബുദ്ധിമുട്ടിച്ചപ്പോൾ മറിഞ്ഞു വീണെടുത്തുനിന്ന് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുഹിൽ അലൈഹിൽ ഹൗല ഹത്താ യമൂത കാഫിറ. പടച്ചവനെ,
ഇവൻ്റെ മേൽ നീ 1 വർഷം തികക്കല്ലേ, അതിനു മുമ്പ് ഇവനെ കാഫിറായി നീ മരിപ്പിക്കണമെന്ന് റസൂലുള്ള ദുആ ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ പോലെ തന്നെ അടുത്ത 1 വർഷം തികയുന്നതിന് മുമ്പ് നിന്ദ്യനായി, കാഫിറായി, നരകവാസിയായി ഈ നീചൻ മരണപ്പെട്ടു. റൗദുൽ ഉൻഫ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹിഷാമിൻ്റെ സീറയെ ഷറഹ് ചെയ്യുന്ന ഒരു കിതാബുണ്ട്, ഇമാം സുഹൈലി റഹിമുള്ളയുടെ കിതാബാണ്. ആ കിതാബിൽ പറയുന്നുണ്ട്, ഇതിന് ശേഷം ഈ ഉത്ബയുടെ ലഅനഹുല്ലാഹ്, ഈ നീചൻ്റെ, ഈ വൃത്തികെട്ടവൻ്റെ പരമ്പരയിൽ ഏതൊക്കെ ആൾ ജനിച്ചിട്ട് അവരൊക്കെ പ്രായപൂർത്തിയാകുന്ന പ്രായത്തിലെത്തിയോ അവരെല്ലാവരും അഹ്തമും അബ്ഖറുമായിരുന്നു എന്നാണ്. ഇതിൻ്റെ പരമ്പരയിൽപ്പെട്ട പ്രായപൂർത്തിയായ മുഴുവൻ ആളുകളും അഹ്തമും അബ്ഖറും എന്നാണ്. അഹ്തമിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മുൻപല്ല് പൊട്ടിയവരായിരുന്നു എല്ലാവരും. അബ്ഖർ എന്ന് പറഞ്ഞാൽ ശക്തമായ വായുനാറ്റമുള്ളവരുമായിരുന്നു. കാരണം എന്താ? അള്ളാഹു വെറുതെ വിടൂല. അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിച്ചിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയ ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിട്ടിട്ടില്ല. ആ ഗുണം വെച്ചിട്ട് അവരുടെ കുടുംബം പിന്നീട് അറിയപ്പെട്ടിരുന്നു. മുഴുവൻ ആളുകളും പല്ലില്ലാത്തവരും വായ്നാറ്റം കൊണ്ട് സഹിക്കുക. ഇവനാ അത് മറ്റേ കുടുംബക്കാരൻ എന്ന് പറയുന്ന തരത്തിൽ വകാന യുഅറഫു ദാലിക ഫി അഖബിഹി എന്ന് പറയുന്നുണ്ട് റൗദുൽ ഉൻഫ് എന്ന ഗ്രന്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചവർ, ബുദ്ധിമുട്ടിച്ചവർ, നമ്മൾ സോഷ്യൽ മീഡിയയിലും വീഡിയോകളുടെ കമൻറ്റുകളിലൊക്കെ നബി തങ്ങളെ ചീത്ത പറയുന്ന, വളരെ മോശമായി ചിത്രീകരിക്കുന്ന, അവിടുത്തെ വ്യക്തിത്വത്തെ മോശമായി കാണിക്കുന്ന ഒരുപാട് കമൻറ്റുകളും മറ്റുമൊക്കെ കാണാറുണ്ട്. അതൊന്നും ചില്ലറക്കാരില്ല. അങ്ങനെ ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കണം. കാരണം അവരെ കാത്തിരിക്കുന്നത് അതിദാരുണമായ, അതിദയനീയമായ, അതിഭീകരമായ അന്ത്യമാണ്, അതിഭീകരമായ മരണമാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി ആദ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച ആളാണ്. ഒരഡ്രസ്സും ഇല്ലാണ്ട് നാറിപ്പുഴുത്ത് ചത്തില്ലേ. മദീനത്ത് ഒരു നസ്രാനിയായ ഒരാളുണ്ടായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആൾ. അയാൾ തൗബ ചെയ്യാതെ അതേ അവസ്ഥയിൽ തന്നെ മരിച്ചുപോയി. അയാളുടെ കുടുംബക്കാർ, ഇത് ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന സഹിഹായ റിവായത്താണ്, അയാളുടെ കുടുംബക്കാർ അയാളെ അവരുടെ ഒരു മക്ബറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. അതാണല്ലോ, ശവക്കല്ലറയിൽ അവരെ അടക്കം ചെയ്തു. പിറ്റേന്ന് രാവിലെ ആയി നോക്കുമ്പോൾ ആരോ ഒരാൾ മാന്തി പൊളിച്ചതുപോലെ അയാളുടെ ശവശരീരം ഭൂമിയുടെ പുറത്തേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളുകൾ, കുടുംബക്കാർ വീണ്ടും പോയി അയാളെ മറവാടി. പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ വീണ്ടും ഉണ്ട് അയാളുടെ ശവക്കല്ലറയിൽ നിന്ന് എടുത്ത് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു. ഈ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ പണിയാണിതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവരുടെ നേതാവിനെ കുറ്റം പറഞ്ഞ ആളായതുകൊണ്ട് രാത്രിയിൽ അവർ വന്നിട്ട് ഇത് കുഴിച്ചെടുത്ത് പുറത്തേക്ക് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്ക് അതിന് ആരോപണം ഉന്നയിച്ചിട്ട് അവർക്ക് മാത്രം ആക്സസ് ഉള്ള, അവർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് ഇയാളെ കൊണ്ടുപോയി അടക്കം ചെയ്തു. വേറെ ഒരു മുസ്ലിമിനും പുറത്തു നിന്ന് ഒരാൾക്കും അവിടെ കടക്കാൻ കഴിയില്ല. അത്രയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അടക്കം ചെയ്തു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ നീചൻ്റെ കബറ് മാന്തി പൊളിക്കപ്പെട്ട് അതിൽ നിന്ന് അയാൾ പുറത്തേക്ക് എറിയപ്പെട്ടതായി കാണപ്പെടുകയും അതോടുകൂടി ആ കുടുംബക്കാർക്ക് ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, മറിച്ച് മനുഷ്യൻ്റെ റബ്ബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖൈറുൽ ബശറായി ഭൂമിയിലേക്ക് അയച്ച അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ചില പണ്ഡിതന്മാർ അസ്സാരിമുൽ മസ്ലൂൽ അല ഷാത്തിമുർ റസൂൽ എന്ന ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്ന ആൾക്ക് നേരെ ഊരി വെക്കപ്പെട്ട വാൾ എന്ന പേരിൽ ഗ്രന്ഥം തന്നെ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളും ഇങ്ങനെയുള്ള ചരിത്രങ്ങളും അനുഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ചില്ലറക്കാരെയല്ല റസൂലുള്ളാഹി, അതെന്തോ വലിയൊരു കാര്യമായിട്ട് കുപ്രസിദ്ധി കിട്ടാനുള്ള ഒരു കാര്യമായിട്ട് പലരും കൊണ്ടുവരും. നബിതങ്ങളെ ചീത്ത പറയാം, നബിതങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് മോശം, അല്ലാഹു അക്ബർ. ഞാനൊരു ഉസ്താദ് പറഞ്ഞു, ഒരു യുക്തിവാദി നബിതങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാക്കി ആ ഉസ്താദിന് ഉദ്ധരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രയും മോശമായ വാദങ്ങൾ, അത്രയും മോശമായ ആരോപണങ്ങളാണ് ഇന്ന് പൊതു ഇടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്നും തൗബ ചെയ്യാൻ അവർ തയ്യാറായില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവരെ വെറുതെ വിടുകയില്ല എന്നതിനുള്ള തെളിവാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞു വീണു. തൊട്ടുടനെ ഈ ഉത്ബ ഇബ്നു അബി വഖാസ്, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കുടുംബം ബനു സുഹറ കുടുംബമായിട്ട്, അത് ഓർമ്മ വെക്കണേ. ഈ ഉത്ബയും വരുന്നത് ബനു സുഹറ കുടുംബത്തിൽ നിന്നാണ്. തൊട്ടുടനെ അബ്ദുല്ലാഹി ഇബ്നു ശിഹാബ് അസ്-സുഹരി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ചീറിയെടുത്തു. അയാൾ വാളുകൊണ്ട് നബിതങ്ങളെ വെട്ടിയപ്പോൾ നെറ്റിയിലേക്കാണ് വെട്ടിയത്. പക്ഷെ നബിതങ്ങൾ പടത്തൊപ്പി അണിഞ്ഞതുകൊണ്ട് നെറ്റിയിൽ കൊണ്ടിട്ടില്ല. പക്ഷെ നബിതങ്ങളുടെ ആ പടത്തൊപ്പിയിൽ കൊള്ളുകയും, അത് ഇരുമ്പിൻ്റെ അല്ലേ, ആ ഇരുമ്പ് നബിതങ്ങളുടെ നെറ്റിയിൽ തറക്കുകയും വസാലദ്ദമു മിനശ്ശജ്ജ, ആ വെട്ടിൽ നിന്ന് നബിതങ്ങളുടെ നെറ്റിയിൽ നിന്നും രക്തം ധാരധാരായി ഒഴുകുകയും ഹത്ത അഖ്ലലദ്ദമു ലിഹ്യതഹു ശരീഫ, അവിടുത്തെ മുബാറക്കായ താടി മുഴുവൻ രക്തം നനക്കുകയും ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ
അബ്ദുല്ലാഹിബ്നു ശിഹാബ് അസ്സുഹരി, സുഹരി എന്നാണ് പറയുന്നത്. സുഹരി എന്ന് പറഞ്ഞാൽ എന്താ? ബനൂ സുഹറ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഇവർ രണ്ടുപേരും നബിതങ്ങൾ ഇത്രയും അധികം വേദനിപ്പിച്ച രണ്ടാളുകളും ബനൂ സുഹറ ഗോത്രമാണ്. എന്താ ഈ ബനൂ സുഹറ ഗോത്രം ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അത് ഏതാ ഗോത്രം? ബനൂ സുഹറ ഗോത്രത്തിൽ നിന്നാണ് ആര്? ആമിന ബീവി വരുന്നത് ബനൂ സുഹറ. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഗോത്രത്തിൽപ്പെട്ട നബിതങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടാകേണ്ടിയിരുന്ന നബിതങ്ങളുടെ കുടുംബത്തിലെ കാരണവന്മാർ എന്ന് വിളിക്കേണ്ട രണ്ടുപേരാണ് റസൂലുള്ളാഹിക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ട്. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നബിയെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങൾ നമുക്ക് വേണ്ടിയാണ് ഇത് സഹിക്കുന്നത്. നമുക്ക് വേണ്ടി സ്വന്തം ഉമ്മയുടെ കുടുംബക്കാരെ പോലും റസൂലുള്ളാഹി അകറ്റി. നബിതങ്ങൾക്ക് അവരുമായിട്ടുള്ള വേറെന്ത് ശത്രുതയുള്ളത്? ഈ ഇസ്ലാം അല്ലാതെ നമുക്ക് വേണ്ടി ഈ ദീൻ കൊണ്ടുതരാൻ വേണ്ടി റസൂലുള്ളാഹി മുന്നിട്ടിറങ്ങി ഈ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്തു എന്നതല്ലാതെ നബിതങ്ങളും നബിതങ്ങളുടെ ഉമ്മയുടെ കുടുംബമായിട്ട് വേറെന്തെങ്കിലും ശത്രുത ഉണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടി സ്വന്തം ഉമ്മയുടെ കുടുംബക്കാരെ പോലും അകറ്റി നിർത്തുകയും അവരിൽ നിന്ന് ശക്തമായ പീഡനങ്ങളും യാതനകളും ഏൽക്കുകയും ചെയ്ത നമ്മുടെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഒരിക്കലും നമ്മൾ മറക്കരുത്. ആരെന്ത് ചീത്ത പറഞ്ഞാലും ആരെന്തൊറ്റ ഒഴിവാക്കിയാലും ഇതൊക്കെ സുന്നത്തല്ല, അതൊക്കെ എടുക്കേണ്ട എന്ന് നമ്മൾ ചോദിക്കരുത്. കൽബ് പൊട്ടിപ്പോവല്ലേ റസൂലിൻ്റെ? റസൂലുള്ളാഹി ഇന്ന് നമ്മുടെ ഈ അവസ്ഥ കാണാം, അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു സുന്നത്തെടുക്കാനുള്ള അവസരം നമ്മുടെ മുന്നിൽ, സുന്നത്തല്ലേ എന്ന് പറയുന്ന അവസ്ഥ കാണും റസൂലുള്ളാഹി കണ്ടാൽ, ഞാൻ എൻ്റെ പല്ലി ഷഹീദാക്കി, എൻ്റെ കാടി നനയുമാറ് എൻ്റെ നെറ്റിയിൽ നിന്ന് രക്തമൊഴുകി വന്ന ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മയുടെ കുടുംബത്തെ പോലും ഞാൻ ഒഴിവാക്കി, ഇവരിങ്ങനെയാണോ എൻ്റെ സുന്നത്തിനെ കാണുന്നതെന്ന് വിചാരിച്ച് നെഞ്ചു പൊട്ടിപ്പോവില്ലേ? അതുകൊണ്ട് നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഒഴിവാക്കരുത്. മരിക്കും വരെ ചേർത്ത് നിർത്തണം. നമുക്ക് എന്തൊക്കെ സുന്നത്തെടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ എടുക്കണം. അങ്ങനെ രണ്ടാമത്തെ വെട്ടുകൊണ്ട് നെറ്റിയിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്നു ഖമിഅ ലഅനത്തുല്ലാഹി അലൈഹി അയാൾ വരുന്നത്. അയാൾ വാൾ ഉയർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത്തെ തോളിൽ ആദ്യം ആഞ്ഞു വെട്ടി. പക്ഷെ നബിതങ്ങൾ 2 പടച്ചട്ട ഇട്ടിട്ടുണ്ടല്ലേ, അതുകൊണ്ട് തന്നെ വെട്ട് ഉള്ളിലേക്ക് പോയി റസൂലുള്ളാഹിയുടെ ജീവന് അപകടം സംഭവിച്ചിട്ടില്ലെങ്കിലും നബിതങ്ങൾക്ക് നല്ല വേദന എടുത്തു, നല്ല പരിക്ക് പറ്റി. അതിനുശേഷം ഏകദേശം 1 മാസത്തോളം കാലം റസൂലുള്ളാഹിക്ക് അതിൻ്റെ വേദന തോളത്തുണ്ടായിരുന്നു. എത്ര മാസം? 1 മാസം. പക്ഷേ ഇബ്നു ഖമിഅയുടെ രണ്ടാമത്തെ വെട്ടാണ് ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച വെട്ട്. അത് വെട്ടിയത് വജ്നത്തിലാണ് നബിതങ്ങളുടെ 2 വജ്നത്തിലും. വജ്നത്ത് എന്ന് പറഞ്ഞാൽ ഖദ് എന്ന് പറഞ്ഞാൽ ചെള്ളയാണ്. ചെള്ളയ്ക്ക് തൊട്ട് മുകളിലുള്ള ഭാഗത്തിനെ വജ്നത്ത് എന്ന് പറയും. ഈ 2 ചെള്ളയുടെ തൊട്ട് മുകളിലുള്ള ഈ 2 വജ്നത്തിലാണ് അയാൾ വെട്ടിയത്. അപ്പം നബിതങ്ങളുടെ മുഖത്ത് പടത്തൊപ്പി ഉണ്ടായിരുന്നു. പടത്തൊപ്പിയിൽ ഇങ്ങനെ താഴേക്ക് നമ്മൾ പറഞ്ഞു മിഗ്ഫർ എന്ന് പറയും. റസൂലുള്ളാഹിന്റെ മുഖം മറക്കുന്ന തരത്തിലൊരു ചെങ്ങല പോലത്തെ ഒരു മറയുണ്ടായിരുന്നു. അപ്പോൾ വെട്ട് ഡയറക്റ്റ് ചെള്ളക്ക് കൊണ്ടില്ല, അല്ലെങ്കിൽ ചെള്ളയുടെ മുകളിലുള്ള ഭാഗത്തുള്ളിൽ, മറിച്ചോ ഈ ചെങ്ങല കൊളുത്തിനാണ് കൊണ്ടത്. ഇതിന് ആ വെട്ടിൻ്റെ കാഠിന്യത്താൽ ആ മറയിലുള്ള ആ ചെങ്ങലയിൽ നിന്നുള്ള 2 കൊളുത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ തൊലിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കയറിപ്പോയി. അല്ലാഹു അക്ബർ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. 2 കൊളുത്തുകൾ 2 ഭാഗത്തായിട്ട് ഇങ്ങനെ കയറിപ്പോയി. അതിൽ നിന്നും രക്തം താഴെതാരയായി ഓടി. ഈ വെട്ട് വെട്ടിയിട്ട് അയാൾ പറഞ്ഞു, വഅന ഇബ്നു ഖമിഅ, ഞാൻ ഇബ്നു ഖമിഅയുടെ മോനാടാ, ഇത് പിടിക്കി എന്ന് അയാൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അഖ്മാകല്ലാഹു അസ്സ വജൽ, അല്ലാഹു നിന്നെ നിന്ദ്യനാക്കട്ടെ എന്ന് ദുആ ചെയ്തു. അല്ലാഹു ആ ദുആയും അവൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. യുദ്ധമൊക്കെ കഴിഞ്ഞ് അവൻ തിരിച്ചു പോയിട്ട് അവൻ്റെ ആട്ടിൻകൂട്ടങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു മലയുടെ മുകളിൽ അവരെ മേയാൻ വിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് ആ ആട്ടിൻകൂട്ടത്തെ അന്വേഷിച്ച് മലയുടെ മുകളിൽ പോയി. ഇവനും ആട്ടിൻകൂട്ടവും മാത്രമേ മലയുടെ മുകളിൽ ബാക്കിയായിട്ടുള്ളൂ. ആ സമയത്ത് അള്ളാഹു ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു മുട്ടനാടിനെ അവൻ്റെ മേലെ നിയോഗിക്കുകയും ആ മുട്ടനാട് ഇവൻ്റെ പിന്നാലെ പോയി കുത്തി അവസാനം മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കുത്തി തെറിപ്പിച്ചിടുകയും അവൻ താഴെ വീണ് ചിന്നിച്ചിതറി തകർന്ന് തരിപ്പണമായി നാശമായി ചത്തൊടുങ്ങുകയും ചെയ്തു. ലഅനത്തുല്ലാഹി അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ രക്തം വരുന്നു, നെറ്റിയിൽ നിന്ന് രക്തം വരുന്നു, താടി മുഴുവൻ രക്തം കൊണ്ടെന്ന് പറഞ്ഞു. 2 കൊളുത്തുകൾ ഇങ്ങനെ ഉള്ളിയിൽ കയറിയിട്ടാണുള്ളത്. ഈ സമയത്ത് നബി തങ്ങൾ ഇപ്രകാരം പറഞ്ഞു, ഇസ്തദ്ദ ഗളബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപം ശക്തമായിരിക്കുന്നു, അല ഖൗമിൻ, ഒരു ജനതയുടെ മേൽ, ദമ്മു വജ്ഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തെ രക്തമങ്കിലമാക്കിയ ഒരു ജനതയുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം ശക്തമായിരിക്കുന്നു. വകസറു റുബായിയത, അവർ ആ റസൂലിൻ്റെ പല്ല് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ജനതയുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം ശക്തമായിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ ഈ വെട്ടും കഴിഞ്ഞ് എന്നിട്ടും തീർന്നില്ല. ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്നതാണ്. അതിനുശേഷം നബിതങ്ങളെ ലക്ഷ്യം വെച്ച് വന്ന ഒരു വലിയ സൈന്യം നബിതങ്ങൾക്കെതിരെ കല്ലുകൾ എറിയാൻ തുടങ്ങി. ആ കല്ലുകൾ ഒറ്റയ്ക്ക് നബിതങ്ങൾ പരിചയം കൊണ്ടും മറ്റും പ്രതിരോധിച്ചുകൊണ്ട് ബാക്കിലേക്ക് വരുന്ന സമയത്ത് തലേ ദിവസം, നമ്മൾ നേരത്തെ മുശ്രിക്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, തലേ ദിവസം
അബു ആമിർ അർ-റാഹിബ് അൽ ഫാസിഖ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ, മദീനക്കാരനായിരുന്ന പിന്നീട് മക്കത്തേക്ക് പോയ ഒരാൾ. അയാൾ തലേ ദിവസം ഒരുപാട് കുഴികൾ കുഴിച്ചു വെച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ അറിയാതെ വീണ് പോകണമെങ്കിൽ വീണ് പോട്ടെ എന്ന് വിചാരിച്ച് കുറേ കുഴികൾ കുഴിച്ചിട്ട് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അതിനിങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കല്ലേറിനെ തടുത്തുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് പിന്നിലേക്ക് ഇങ്ങനെ പോകവേ ഇയാൾ കുഴിച്ചു വെച്ച ഒരു കുഴിയിലേക്ക് പാവം അറിയാതെ അങ്ങ് വീണുപോയി, മറിഞ്ഞു വീണുപോയി. അത് ചെറിയ കുഴിയൊന്നുമല്ല, നല്ല ആഴമുള്ള കുഴിയാണ്. ആ വീഴ്ചയിൽ ഫജുഹിഷത് റുക്ബതാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കാലുകൾ മുറിഞ്ഞു. മുറിവ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ശരീരത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അത് ചോര വരുന്ന മുറിവായിരുന്നില്ല. സാധാരണ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ റോട്ടുമലൊക്കെ ബൈക്കിൽ നിന്ന് വീണാൽ ഒരു ചെത്തിപ്പോക്കുണ്ട്, തോലുപോക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മുട്ടിൽ നിന്നും തോല് ചെത്തിയിട്ട് ആ തരത്തിലുള്ള മുറിവായി നാം. അപ്പം നബി തങ്ങൾ കുഴിയിൽ വീണു, തളർന്നു, രക്തം ഒരുപാട് വാർന്നൊഴുകിയിട്ടുണ്ട്. 2 പടച്ചട്ട നബിതങ്ങൾ ധരിച്ചിട്ടുണ്ട്. അത്യാവശ്യം വന്ന നബിതങ്ങൾ കുറച്ച് തടിയുമുണ്ട്. നബിതങ്ങൾ ആ കുഴിയിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കിയിട്ട് പാവത്തിന് കുഴിയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അലി റളിയല്ലാഹു അൻഹു കൈയിട്ട് കൊടുത്ത് നബിതങ്ങളെ പൊക്കാൻ നോക്കി, രംഗങ്ങൾ മനസ്സിൽ കാണണേ, എന്നിട്ടും പൊക്കാൻ സാധിക്കുന്നില്ല. അപ്പം അവിടെ 10-30 പരം വെട്ടുകൾ കൊണ്ട് വീണ് കിടക്കുന്ന തൽഹ റളിയല്ലാഹു അൻഹു ഈ കാഴ്ച കണ്ട് അദ്ദേഹം ഏന്തി ഓടി വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പതുക്കെ ഇങ്ങനെ പൊക്കിയെടുത്ത് കുഴിയുടെ പുറത്തേക്ക് വെച്ചു എന്ന്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ചോദിച്ചു പോയി, കൈഫ യുഫ്ലിഹു ഖൗമുൻ ഖളബു വജ്ഹ നബിയിഹിം ബിദ്ദം. ഒരു നബി ഒരു ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കെ ആ നബിയെ ആക്രമിച്ചിട്ട് ആ നബിയുടെ മുഖത്ത് രക്തം പുരട്ടിയ ഒരു ജനത എപ്രകാരം വിജയിക്കാം? ഇവരൊന്നും ഒരിക്കലും വിജയിക്കൂല, ഗുണം പിടിക്കൂല, നശിച്ചു പോകും എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് വന്നു. അപ്പം അള്ളാഹു ഇടപെട്ടു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ വിഷമത്തിൽ അറിയാണ്ട് പോയ, പക്ഷെ അള്ളാഹു നബിതകളിൽ നിന്ന് ഒരു ചെറിയൊരു ഇത് പറ്റിയപ്പോൾ അള്ളാഹു അപ്പോൾ ലൈസ ലക മിനൽ അംരി ഷൈ ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് ആയത്ത് ലൈസ ലക മിനൽ അംരി ഷൈ. നബിയേ, ഓക്കെ, അങ്ങേക്ക് അപകടങ്ങൾ പറ്റി, അതൊക്കെ നാം കാണുന്നുണ്ട്, അങ്ങ് എൻ്റെ ഹബീബാണ്. പക്ഷേ അവരുടെ വിഷയത്തിൽ അങ്ങനെ പറയാനുള്ള അവകാശം അങ്ങേക്കില്ല. ഹിദായത്ത് അങ്ങയുടെ കയ്യിലല്ല, അതിൽ അങ്ങേക്ക് യാതൊരു അവകാശവും ഇല്ല. യതൂബ അലൈഹിം, ഒരു പക്ഷേ അള്ളാഹു അവരുടെ മേൽ തൗബ സ്വീകരിച്ചേക്കാം, അതല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കാം. അതൊക്കെ ആരുടെ അധികാരത്തിൽപ്പെട്ടതാണ്? അത് അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ആ വിഷയത്തിൽ അങ്ങ് കയറിയിട്ട് ഒന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ അള്ളാഹു ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തി. അള്ളാഹുവിൻ്റെ ആ പറച്ചിൽ ശരിയായിരുന്നു. കാരണം ആ യുദ്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങളെ ഉപദ്രവിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യാത്തവർ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടൂല. പക്ഷേ തൗബയുടെ മനസ്സോടുകൂടി പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ആ യുദ്ധത്തിൽ പങ്കെടുത്ത പലരും വലിയ മഹാന്മാരായി മാറി. ഇക്രിമത്തു നബി ജഹൽ റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നു വലീദ്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ വലിയ മഹാന്മാരായി മാറി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാം സുഹ്രി റഹിമഹുല്ല പറയുന്നുണ്ട്, ഏകദേശം 70ഓളം വെട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന് നേരെ വന്നത്. 70ഓളം വെട്ടുകളും കല്ലേറുകളും. ഇതിനൊക്കെ അള്ളാഹു സംരക്ഷിച്ചു. എങ്ങനെ സംരക്ഷിച്ചത്? നബി തങ്ങളെ അന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. സഅദ് റളിയല്ലാഹു അൻഹു പറയാ, ഉഹദിന്റെ രണാങ്കണത്തിൽ നബി തങ്ങളുടെ ഇടതു നിന്നും വലതു നിന്നും വെള്ള വസ്ത്രം ധരിച്ച 2 ആളുകൾ ശക്തമായി പോരാടുന്നത് ഞാൻ കണ്ടു. ഭയങ്കര പോരാട്ടം. ആരായിരുന്നു അത്? ഒന്ന് ജിബ്രീൽ, മീകായിൽ അലൈഹിമുസ്സലാം. ഈ 2 മലക്കുകൾ മാത്രമേ ഉഹദിൽ പോരാടിയിട്ടുള്ളൂ. ബദറിൽ മാത്രമേ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി പോരാടിയിട്ടുള്ളൂ, വെട്ടുകുത്തു നടത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാ യുദ്ധങ്ങളിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യകൂനൂന അദദൻ വമദദൻ ലാ യദ്റുബൂൻ. ബാക്കിയുള്ള യുദ്ധങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കി കാണിക്കാനും അവരെ സഹായിക്കാനും വേണ്ടി മലക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ വെട്ടും കുത്തും നടത്തിയത് ഏത് യുദ്ധത്തിൽ മാത്രമേ ഉള്ളൂ? ബദറിൽ മാത്രമേ ഉള്ളൂ. ഉഹദിലും മലക്കുകൾ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി ജിബ്രീലും മീകായിലും മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി ഇത് സെക്കൻഡുകൾ കൊണ്ട് നടക്കും. പക്ഷേ നബിതങ്ങൾ ആദ്യമേ സഹാബാക്കളെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ നടുക്ക് ശത്രുക്കളുടെയും മുമ്പിലിരിക്കുന്ന സഹാബാക്കളിൽ പലരും ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നബിതങ്ങൾ ജീവനോടെ ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് ഒരു പുതുജീവനായിരുന്നു. അവർക്ക് ഭയങ്കര ആവേശമാണ്. അവർ ശക്തമായി പോരാടി അവരുടെ മുന്നിലുണ്ടായിരുന്ന ശത്രുക്കളൊക്കെ കീറി മുറിച്ചുകൊണ്ട് ഓരോരുത്തരായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് എത്താൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് എത്തിയത് 14 പേരായിരുന്നു. ആദ്യം 9 പേർ, പിന്നെ 11 പേർ, പിന്നെ റസൂലുള്ളാഹി പറഞ്ഞ അപകടങ്ങളൊക്കെ സംഭവിച്ചു. അതിനുശേഷം നബിതങ്ങളുടെ അടുക്കലേക്ക് ഓടിയെത്തിയത് 14 പേരായിരുന്നു. ഈ 14 പേരുടെ കൂട്ടത്തിൽ ഈ വിളി കേട്ടുകൊണ്ട് നബിതങ്ങളുടെ ഈ കൂട്ടത്തിൽ ആദ്യമേ ഉള്ളവരല്ല, മറിച്ച് ശത്രുക്കളുടെ നടുക്ക് നിന്ന് നബിതങ്ങളുടെ ഈ വിളി കേട്ടിട്ട് ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിയെത്തിയത് ആരായിരുന്നു എന്നറിയോ? ഫസ്റ്റ്
അയാളെക്കുറിച്ച് നിങ്ങൾ അധികം ആലോചിക്കൊന്നും വേണ്ട. ആ മഹാൻ എല്ലാ വിഷയത്തിലും ഫസ്റ്റാണ്. അതിന് എവിടെയാണെങ്കിലും ആ മഹാൻ ഒന്നാമനാണ്. ആ മഹാനെ തോൽപ്പിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അടക്കം പലതവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന് പോലും ആ മഹാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. യുദ്ധത്തിന്റെ വിഷയത്തിൽ പോലും ആ മഹാനെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകുന്തു അവ്വലു മൻ ഫഅ ഇല നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി കേട്ടിട്ട് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓടിയെത്തിയാൽ ഞാനായിരുന്നു. എവിടെയും ഏത് കർമ്മത്തിലും ഒന്നാമനായിട്ട് ആരുണ്ടാവും? അദ്ദേഹം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് സബത സുബൂതൽ ജിബാൽ യൗമ ഉഹദ് ഹൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ചുറ്റും ഒരു മല ഉറച്ചു നിൽക്കുന്നത് പോലെ ഉറച്ചു നിന്ന് പോരാടിയെന്നാണ്. ഇതിൻ്റെ മഹത്വം മനസ്സിലാണെങ്കിൽ ആദ്യം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കോലത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ മെലിഞ്ഞ സഹാബി, കണ്ണുകുഴിഞ്ഞ, ചെള്ള ഒട്ടിയ, കൊടക്കാലായ, അഥവാ മുണ്ടോ പാൻറ്റോ ധരിക്കുകയാണെങ്കിൽ മെലിഞ്ഞത് കാരണം മര്യാദക്ക് നിൽക്കാതെ ഇങ്ങനെ ഊരിപ്പോയിരുന്ന, നെരിയാണിക്ക് താഴെ വരെ പാൻറ്റ് ഇങ്ങനെ ഊരിപ്പോയിരുന്ന മെലിഞ്ഞ ഈ സഹാബിയെക്കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി പോലെയുള്ളവർ ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഒരു മല പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് പോരാടിയിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചു, അഖ്ബിറൂനി മൻ അശ്ജഉൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യവാനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു താന്ന് പറഞ്ഞു. ആളുകൾ, അന്ത യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങല്ലേ ഏറ്റവും ധൈര്യമുള്ള ആൾ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാനൊക്കെ ആരോടെങ്കിലും ഒരു ദ്വന്ദ്വയുദ്ധം നടത്തിയാൽ അയാളെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് യുദ്ധം ചെയ്തിട്ട് ഗുസ്തി നടത്തിയിട്ട് ആരും ഇതുവരെ ജയിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വേണമെങ്കിൽ ഏറ്റവും ശക്തൻ എന്ന് പറയാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ശക്തൻ ആരാന്നല്ല, മറിച്ചോ ഏറ്റവും ധൈര്യമുള്ള ആൾ ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. മനോധൈര്യം, സ്ഥൈര്യമൊക്കെ ഉള്ള ആൾ. ആളുകൾ പറഞ്ഞു, എന്താ നാലം ഫമൻ, ഞങ്ങൾക്കറിയില്ല, അതാരാണ്? അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ശാരീരിക പുഷ്ടിയിൽ ഒരു പക്ഷേ എന്നെ പോലെ അല്ലെങ്കിലും, ചിലപ്പോൾ ഗുസ്തി നടത്തിയാൽ എന്നെ പോലെ എല്ലാവരെയും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അശ്ജഉൻ നാസ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യം ഉണ്ടായിരുന്നത് അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അതിന് അദ്ദേഹം തെളിവായിട്ട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബദറിൻ്റെ അന്ന് ഒരു കൂടാരം ഞങ്ങൾ കെട്ടുകയും നബിതങ്ങൾക്ക് ഒരു അപകടവും പറ്റാതെ യുദ്ധത്തിൻ്റെ അവസാനം വരെ ആര് നബിതങ്ങളെ സംരക്ഷിക്കുമെന്നൊരു ചോദ്യം വരികയും ചെയ്തപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് മടിച്ചു നിന്നു. കാരണം നമ്മളെപ്പോലെ ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വത്തിൽ കോട്ടം സംഭവിപ്പിക്കുന്നവരായിരുന്നില്ല ആര്? സഹാബാക്കൾ. അപ്പോൾ ഈ ഉത്തരവാദിത്വം പറഞ്ഞാൽ ചില്ലർ ഉത്തരവാദിത്തമല്ല. യുദ്ധം കഴിയുന്നത് ആദ്യത്തെ യുദ്ധമാണ്, മെയിൻ യുദ്ധം. ഈ യുദ്ധം കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കണം, അതിനാര് റെഡി എന്ന ചോദ്യം ഉയർന്നപ്പോൾ ഞങ്ങളൊക്കെ മാ ദനാ മിൻഹു അഹദുൻ, ഒരാളും അതിനു വേണ്ടിയിട്ട് അടുത്തില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് മീതെ ഒരു വാളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരാൾ ചാടിക്കയറി നിൽക്കുന്നു. അവിടെയും ആരാ? അല്ലാഹു പറയാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാനുണ്ട്. അങ്ങനെ യുദ്ധം തീരുന്നത് വരെ ഒരു കുട്ടിക്ക് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അടുക്കാൻ സമ്മതിക്കാതെ ശക്തമായി ഈ മനുഷ്യൻ, ഈ മെലിഞ്ഞ മനുഷ്യൻ, ഈ മഹാൻ നിന്ന് പോരാടിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏത് വിഷയത്തിലും ഒന്നാമനാണ്. നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഇതിന് മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടാകും. യൂട്യൂബിലൊക്കെ നമ്മുടെ വീഡിയോ ഉണ്ട്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രാത്രി പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ മുന്നോട്ട് വാങ്ങിയില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രാത്രി പള്ളിയിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ കടന്നു വരുന്നത്. അദ്ദേഹം സൂറത്തുൻ നിസാ ആണ് ഓതുന്നത്. ഓതി 100 ആയത്തെത്തിയപ്പോൾ നിങ്ങളിങ്ങനെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കുക. 100 ആയത്തെത്തിയപ്പം അദ്ദേഹം എന്തോ ദുആ ചെയ്തു. ഈ ദുആ എന്താണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല. റസൂലുള്ളാഹി ഈ ദുആ കേട്ടവരെ പറഞ്ഞു, ഇസ്അൽ തുഅത, ഇബ്നു മസ്ഊദേ നീ ചോദിച്ചോ, നിനക്ക് എന്തായാലും നൽകപ്പെടും, നീ ചോദിച്ചോ, നിനക്ക് എന്തായാലും നൽകപ്പെടും എന്നാര് പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം അവിടുന്ന് അരളി, മൻ സറഹു അൻ യഖറഅൽ ഖുർആന ഗദ്ദൻ കമാ ഉൻസിൽ ഫല്യഖറഅ ബിഖിറാഅത്തി ഇബ്നു ഉമ്മി അബ്ദ്. ആർക്കെങ്കിലും ഖുർആൻ ഇറങ്ങിയതുപോലെ ഫ്രഷായിട്ട് ഓതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഇബ്നു ഉമ്മി അബ്ദിൻ്റെ, ഇബ്നു മസ്ഊദിൻ്റെ ഖിറാഅത്തിൽ ഓതിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ അവർ പിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പം, രാവിലെ തന്നെ അവ്വൽ സുബഹിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി നേരെ എങ്ങോട്ടേക്ക് നടക്കുക? ഇബ്നു മസ്ഊദിൻ്റെ വീട്ടിലേക്ക് നടക്കുക. കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം എന്താ ദുആ ചെയ്തതെന്ന് അറിയണം. കാരണം സ്വീകരിക്കപ്പെട്ട ദുആ ആരാ പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ദുആ സ്വീകരിക്കപ്പെട്ടു. രണ്ടാമത്, നബിതങ്ങൾ ഇബ്നു മസ്ഊദിനെ കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഖുർആൻ ഓത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ നല്ല കാര്യം അദ്ദേഹത്തിന് അറിയിക്കുന്ന ഒരു നന്മയാണ്. ആ നന്മയുടെ കൂലി ആർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 2 നന്മകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അത് ആദ്യം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അവ്വൽ സുബഹിക്ക് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പം അവിടുത്തെ വീടിൻ്റെ പരിസരത്തുണ്ടായ ആളുകൾ അദ്ദേഹത്തെ നോക്കിയിട്ട് ഒരു ചിരി പാസ്സാക്കി.
അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? ഓ, നിങ്ങൾ മറ്റേ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ? ഇബ്നു മസ്ഊദിന്, അതെ, ഞാൻ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നത്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഫഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഇന്ന അബൂബക്കർ ഖദ് സബഖക, ഉമറേ, ഇവിടെയും നീ തോറ്റു, നിന്നേക്കാൾ അബൂബക്കർ ഫസ്റ്റ് അടിച്ചു. അദ്ദേഹം ഓൾറെഡി വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അദ്ദേഹം ഇപ്പം തിരിച്ചു പോയിട്ടേ ഉള്ളൂ. അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി നിരാശയോടുകൂടി പറഞ്ഞു, യർഹമുല്ലാഹു അബൂബക്കർ, അബൂബക്കറിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, മാ സബഖ്തുഹു ഇലാ ഖൈരിൻ ഖത്തു ഇല്ലാ സബഖനി ഇലൈഹി, ഏതൊക്കെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെക്കാൾ മുൻകടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഫസ്റ്റ് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ എന്നെ തോൽപ്പിച്ചിട്ട് അദ്ദേഹം ഫസ്റ്റ് നേടിയിട്ടുണ്ട്. എന്നാരും അറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഒരു ഗുണം ഇൻഷാ അല്ലാഹ് നമുക്കും ഉണ്ടാവണം. നന്മയുടെ വിഷയങ്ങളിലൊക്കെ സബ്ബാഖുനിൽ, വേറൊരു വായത്തിൽ കാണാം, അബൂബക്കർ ഇന്നക ലസബ്ബാഖുനിൽ ഖൈർ, ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കറെ അങ്ങ് നന്മയുടെ വിഷയത്തിൽ എപ്പോഴും ഫസ്റ്റ് അടിക്കുന്നതാണ്. നന്മയുടെ എല്ലാ കാര്യത്തിലും ഇൻഷാ അല്ലാഹ് നമ്മൾ മുൻപന്തിയിലുണ്ടാവും. ഞാൻ ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താ ദുആ ചെയ്തതെന്ന് ആദ്യം ചോദിച്ചറിഞ്ഞിരുന്നു. ആ ദുആയും ചരിത്രത്തിൽ വരുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഞാൻ ദുആ ചെയ്തത് 3 കാര്യങ്ങളായിരുന്നു, അത് 3 കിട്ടിയെന്ന് ഉറപ്പാ. എന്തായിരുന്നു 3 കാര്യങ്ങൾ? ഒന്നാമത്തേത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? 3 കാര്യങ്ങളാണ് ചോദിച്ചു. ഒന്ന്, ഈമാനൻ ലാ യർതദ്, ഒരിക്കലും അടിപതറാത്ത, പിന്നോട്ട് പോകാത്ത, അടിയുറച്ച ഈമാനിനെ ഞാൻ ചോദിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വനഈമൻ ലാ യൻഫദ്, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, നിലക്കാത്ത, നിരന്തരമായി കണ്ടിന്യൂ ആയി പോകുന്ന നഈമിനെ, സുഖത്തെ, അനുഗ്രഹങ്ങളെ, രസത്തെ ഞാൻ ചോദിക്കുന്നു. അതേത് രസ? സ്വർഗത്തിൽ. മൂന്നാമത്തൊരു കാര്യം അത് അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന് കിട്ടി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അസൂയ തോന്നുക. അള്ളാഹു നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി അദ്ദേഹം ചോദിച്ചത്, വമുറാഫഖത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഅലാ ജന്നത്തിൽ ഖുൽദ്, ശാശ്വതമായ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നത ദർജയിൽ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് എനിക്കും കൂടെ ഇരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് അദ്ദേഹം ചോദിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഭാഗ്യമല്ലേ, അദ്ദേഹത്തിന് അത് കിട്ടി. ഇൻഷാ അല്ലാഹ് നമുക്കും കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കണം ഇനി അങ്ങോട്ട്, പ്രത്യേകിച്ച് റമദാനിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് അധ്വാനിക്കണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം എത്തുന്നത്. അപ്പോൾ ആ രംഗം അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫറഅയ്തു ബൈന യദൈഹി റജുലൻ യുഖാതിലു അൻഹു വയഹ്മീഹി, ഞാൻ വന്ന് ആദ്യം എത്തുമ്പോൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ നിന്ന് ഒരാൾ ഒറ്റയാൻ പോരാട്ടം നടത്തുന്നുണ്ട്. ഒറ്റയാൻ പോരാട്ടം. അയാൾ നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് ശക്തമായി നബിതങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, സ്വന്തം ശരീരത്തെ പരിചയമാക്കിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, കുൻ തൽഹ, ഇത് തൽഹയായിരിക്കണേ. കാരണം എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ആര് ചെയ്യുന്നുണ്ട്? ഈ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം, നമ്മൾ പറഞ്ഞു തൽഹ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരേ ഗോത്രത്തിൽ നിന്ന ആളാണ്, തൈമിയാണ് രണ്ടുപേരും. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യുന്നയാൾ എൻ്റെ ഗോത്രത്തിൽ തന്നെ പെട്ട എൻ്റെ ചങ്ങായി ആയിരിക്കണേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. കുൻ തൽഹ, അത് തൽഹയായിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫിദാക അബി വ ഉമ്മി. അങ്ങനെ ഞാൻ ആരാണിത്, എന്താണ് റസൂലുള്ളാഹിക്ക് സംഭവിച്ചത് എന്നിങ്ങനെ ആലോചിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്നുണ്ട് ഒരാൾ ഒരു പക്ഷിയെ പോലെ പറന്ന് ഓടിച്ചാടി എൻ്റെ അടുക്കലേക്ക് വരും. ആരായിരുന്നു അത്? പക്ഷെ അയാൾ ഈ പക്ഷിയെ പോലെ പറന്ന് വന്നിട്ടും ഫസ്റ്റ് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ആരാ അടിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷിയെ പോലെ പറന്ന് ചാടി അയാൾ ഓടി വരുന്നത് കണ്ടു. അയാൾ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അതാ ഞാൻ പറഞ്ഞത്, ചില സഹാബാക്കളുടെ പേര് കേൾക്കും. അദ്ദേഹവും അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ്. 2 ഹിജ്റ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അബിസീനയിലേക്കും അദ്ദേഹം ഹിജ്റ ചെയ്തിട്ടുണ്ട്, മദീനയിലേക്കും ഹിജ്റ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അബ്ദുല്ലാഹ് എന്ന താബിഈ പറയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബിതങ്ങളുടെ സഹാബാക്കളുടെ കൂട്ടത്തിൽ നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയായിരുന്നു? അപ്പോൾ ആയിഷ ബീവി എണ്ണി. ഒന്നാമത്തേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സുമ്മ ഉമർ, സുമ്മ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അത്രയും റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള സഹാബിയായിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ആരെ ഖലീഫയാക്കണമെന്നുള്ള മശൂറ നടക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞത് 2 ആളുടെ പേരായിരുന്നു. അതൊന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരും മറ്റൊന്ന് അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാലത്ത് ഈ സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഖലീഫയാക്കുമായിരുന്നു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ ജനതക്കും ഒരു വിശ്വസ്തനുണ്ട്, ഒരു അമീനുണ്ട്. എൻ്റെ ഉമ്മത്തികളുടെ കൂട്ടത്തിൽ വിശ്വസ്തനായ ആൾ അത് അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അബൂ ഉബൈദ ഇനി അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ ഇനിയും വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്പം പറയാം. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടി വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. നോക്കുമ്പോൾ തൽഹ റളിയല്ലാഹു അൻഹു അപ്പോഴേക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ അത് തൽഹയായിരുന്നു. പോരാടി മുറിവുകളേറ്റ് 10-30 മുറിവുകളേറ്റ് അദ്ദേഹം താഴെ വീണിരുന്നു. റസൂലുള്ളാഹിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നബി തങ്ങൾക്കൊരു മുള്ള് തറക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്തവരാ സഹാബാക്കൾ. നബി തങ്ങളുടെ ഉറക്കം ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ച് ഒരു വിഷജന്തുവിൻ്റെ കൊത്ത് ഒരുപാട് തവണ തൻ്റെ കാലിലേക്ക് ഏറ്റി വാങ്ങിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ഉറക്കം ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ചിട്ട് അല്ലേ, അന്ന് ഹിജ്റയുടെ സമയത്ത് അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ അവസ്ഥയിൽ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയ രംഗങ്ങൾ. വെറുതെ ചരിത്രം വായിച്ചു വിടരുത്, കേട്ടുവിടരുത്. അപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ നബിതങ്ങളുടെ അടുക്കലേക്ക് ഓടിയെത്തിയപ്പം ആദ്യം നബിതങ്ങൾ പറഞ്ഞ വാക്കെന്തായിരുന്നു അറിയോ? നബിതങ്ങൾ ഒറ്റക്കകപ്പെട്ട് തൽഹ റളിയല്ലാഹു അൻഹു വീണ് നബിതങ്ങൾക്ക് പരിക്കേറ്റ് ആദ്യമായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് അല്ലാഹു അക്ബർ ദൂനക്കും അഖാക്കും ഫഖദ് ഔജബ. എൻ്റെ ഇവിടെ കുട്ടിക്കരുത് നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ നെറ്റിയിൽ നിന്ന് ചോര ഒലിക്കുന്നത് കണ്ടില്ലേ, ഒന്ന് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുകയായിരുന്നില്ല. ആദ്യം ആ തിരുനാവിൽ നിന്ന് പുറത്തു വന്ന വാക്ക് ദൂനക്കും അഖാക്കും, നിങ്ങളുടെ ആ പാവം സഹോദരനെ ഒന്ന് പരിഗണിക്കേ. ഫഖദ് ഔജബ, പോരാടി 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 താഴെ വീണ് സ്വർഗം നിർബന്ധമായ അത്രയും വലിയ ത്യാഗം സഹിച്ച സഹോദരനാട്ടോ, അയാളൊന്നും നോക്ക് എന്നായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറഞ്ഞു. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈർ. ഇത് അങ്ങ് ഉമ്മയാ ഞങ്ങളെ, അല്ല ഞങ്ങളുടെ ഉപ്പയാ. ഈ ഉമ്മയിലും ഉപ്പയിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്നേഹം കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അല്ലേ. അപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾ എന്ത് ചെയ്തു, തൽഹ റളിയല്ലാഹു അൻഹുവിലേക്ക് അപ്പം നോക്കിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിച്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നബിതങ്ങളുടെ ഈ കൊളുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. പെട്ടെന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നശത്തുക ബില്ലാഹി യാ അബൂബക്കർ ഇല്ലാ തറക്തനി. അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്ത് ഞാൻ പറയുന്നു, അബൂബക്കറെ ഇതെനിക്ക് വിട്ടുതരണം, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നാര് പറഞ്ഞു? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പറിച്ചെടുക്കാൻ കഴിയില്ല. പറിച്ചെടുത്താൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഉള്ളിൽ കയറിയിട്ടല്ലേ ഉള്ളത്. നബിതങ്ങളുടെ ചള്ളയുടെ ഇറച്ചി അടക്കം ഇങ്ങനെ വരും. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വേണമെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയായിട്ട് കൊണ്ടുപോയാൽ ഒരു മിനി ഓപ്പറേഷൻ വേണ്ടി വരും. പക്ഷേ ഇവിടെ സർജിക്കൽ ഐറ്റംസ് ഒന്നുമില്ല, സ്കാപ്പിളില്ല, അതേപോലെ സർജിക്കൽ സിസർ ഇല്ല, നീഡില്ല, ഒന്നും ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് തന്നെ നബിതങ്ങൾക്ക് വേദന എടുക്കാതെ ഇത് പുറത്തെടുക്കണം, വലിച്ചെടുക്കാൻ കഴിയില്ല. അതിനൊരു വഴി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കണ്ടത്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചിട്ട് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ നബിതങ്ങളുടെ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തൻ്റെ മുൻ പല്ലുകൊണ്ട്, സനിയത്ത് പറഞ്ഞില്ലേ നമ്മൾ, മുന്നിലെ 2 പല്ലുകൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ അതിങ്ങനെ കടിച്ചിങ്ങനെ പതുക്കെ നബിതങ്ങളെ വേദനിപ്പിക്കാണ്ട് ഹബീബിന് വേദന എടുക്കണ്ടെന്ന് വിചാരിച്ച് വായു കൊണ്ട് പതുക്കെ 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 മുൻപല്ലുകൊണ്ട് അതിനെ ഇങ്ങനെ 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 പതുക്കെ ഇങ്ങനെ ഊരി എടുക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യത്തെ അദ്ദേഹം ഇങ്ങനെ പതുക്കെ വായു കൊണ്ട് റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടാകാതെ ഊരിയെടുക്കലും ഫനദറത് സനിയ്യ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മുൻപല്ലങ്ങ് പറഞ്ഞു കൊണ്ടുവന്നു. നബിതങ്ങളുടെ നേരത്തെ പല്ല് പൊട്ടിയിട്ടേ ഉള്ളൂ, പക്ഷെ ഇദ്ദേഹത്തിൻ്റെത് ആദ്യത്തെ മുൻപല്ലങ്ങ് പൊഴിഞ്ഞു വീണു. രണ്ടാമത്തത് ഞാൻ ഊരാൻ പോയപ്പോൾ അദ്ദേഹം വീണ്ടും കൈ പിടിച്ചിട്ട് പറഞ്ഞു, അബൂബക്കർ വിട്, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. രണ്ടാമത്തെ കൊളുത്തും അദ്ദേഹം ഇതുപോലെ വായി വെച്ചു, ആ മുൻപല്ല് കൊണ്ട് ഒരു സർജിക്കൽ ടൂള് പോലെ ആ മുൻപല്ലിനെ ഉപയോഗപ്പെടുത്തി പതുക്കെ 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 അതിനെയും ഇങ്ങ് ഊരിയെടുത്ത് പുറത്തെത്തിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മുൻപല്ലും താഴെ പോയി പറഞ്ഞു വീണതാണ്. നമ്മൾ നേരത്തെ റസൂലുള്ളാഹിൻ്റെ മുൻപല്ല് പൊട്ടിച്ച ആളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ കാണാം. അതിനുശേഷം 2 മുൻപല്ലുകൾ പോയെങ്കിലും 2 മുൻപല്ലുകൾ പോയ ആൾക്ക് എന്താ പേര് പറയാം? അഹ്തം എന്നാ പേര് പറയാം. പക്ഷേ അബൂ ഉബൈദയേക്കാൾ സൗന്ദര്യമുള്ള മറ്റൊരു ഹത്മിനെയും ഞങ്ങൾ ഭൂമി ലോകത്ത് കണ്ടിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കാൻ വേണ്ടി ഷഹീദാക്കപ്പെട്ട 2 പല്ലായതുകൊണ്ട് സാധാരണ ഇങ്ങനെ മുൻപല്ല് പൊട്ടിയ ആൾ ചിരിക്കുമ്പോൾ ഒരു ഐബാണ് അല്ലേ. പക്ഷെ അബൂ ഉബൈദ ചിരിച്ചാൽ, അബൂ ഉബൈദയെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെയുള്ളൊരു ഭംഗി ഞങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 സാധനവും ഊരി. പക്ഷെ നബി തങ്ങളുടെ ചോര നിന്നിട്ടില്ല, ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ട്.
ഈ സമയത്ത് നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, ദൂനക്കും അഹാക്കും ഫഖദ് ഔജബ, എന്നെ വിട്, സാരയില്ല, അതവിടെ ഇരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ പോയി നോക്ക്. രണ്ടാമതും റസൂലുള്ളാഹി കൽപ്പിച്ചപ്പോൾ നബി തങ്ങളുടെ കൽപ്പന നിരസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ പാവത്തിന്റെ അടുക്കൽ പോയി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 30-ൽ പരം വെട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിരലുകൾ മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. ആ പാവം വേദന കൊണ്ട് പടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ 14 പേര് ഓടി വന്നതിൽ 2 പേരായി. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് തന്നെയാണ് മാലിക് ഇബ്നു സിനാൻ അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഓടി വരുന്നത്. അൻസാരി സഹാബിയ. നമ്മൾ സാധാരണ ഹദീസ് വായിക്കുമ്പോൾ അൻ അബീ സഈദ് അൽ ഖുദരി എന്ന് കേൾക്കുന്നില്ല, റളിയല്ലാഹു അൻഹു. ആ സഹാബിയുടെ വാപ്പയാണ് ആര്? മാലിക് ഇബ്നു സിനാൻ അൽ ഖുദരി റളിയല്ലാഹു അൻഹു. വയസ്സായ സഹാബിയാണ്. അദ്ദേഹം ഓടി വന്നിട്ട് നോക്കുമ്പോൾ കാണുന്നത് റസൂലുള്ളാഹിന്റെ ഈ അവസ്ഥയാണ്. അപ്പോൾ ഈ മുറിവ് പറ്റി രക്തം ഒലിക്കുന്നുണ്ട്, രക്തം ഇങ്ങനെ പല സ്ഥലത്തും കട്ട പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മുറിവുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ആദ്യം എന്താ ചെയ്യുക? അവർ മുറിവ് ക്ലീൻ ചെയ്യുമല്ലേ, എന്നിട്ടല്ലേ അത് വെച്ച് കെട്ടു. അപ്പോൾ മുറിവ് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ പൊടി വരും, ബാക്ടീരിയ വരൊക്കെ വരും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിവും ഇവിടെ ക്ലീൻ ചെയ്യണം. അതിനുള്ള പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുറിവിലേക്ക് തൻ്റെ ചുണ്ടിനെ അടുപ്പിച്ചു വെക്കുകയും നാവ് നനക്കിയിട്ട് അതിനൊന്ന് വൃത്തിയാക്കി ആ ചുണ്ട് വെച്ചിട്ട് നബി തങ്ങളുടെ രക്തത്തെ മുഴുവൻ ഉറിഞ്ചെടുക്കുകയും ചെയ്തു വായിലേക്ക്. അവൻ ഉറിഞ്ചെടുത്ത് വായിൽ മുഴുവൻ നബി തങ്ങളുടെ രക്തം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുജ്ജഹു മാലിക്, അതിനെ തുപ്പിക്കളാന്ന് പറഞ്ഞു. അദ്ദേഹം തല കൊണ്ട് ഇങ്ങനെ ആക്കി, നോ. എന്നിട്ട് നബി തങ്ങളുടെ രക്തം മുഴുവനായിട്ട് കുടിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി ലാ അമുജ്ജുഹു അബദ, നബി അങ്ങയുടെ രക്തം എൻ്റെ വായി പോയിട്ട് ഞാനത് തുപ്പിക്കളയാം, ഞാൻ തുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ഇറക്കി. ഇതൊരു പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥം മനസ്സിലാവണമെങ്കിൽ ശക്തമായി പ്രേമിക്കുന്ന 2 കമിതാക്കളോട് നിങ്ങൾ ഈ സംഭവം ഒന്ന് പോയി പറഞ്ഞു നോക്കി, അവർക്ക് ഇതൊരു വലിയൊരു കാര്യമൊന്നായിരിക്കില്ല. കാരണം പ്രേമം മൂക്കുമ്പം, ഇഷ്ടം മൂക്കുമ്പം പരസ്പരം ആളുകൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും. ലോകത്ത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എത്രമാത്രം പ്രേമിക്കാൻ പറ്റുമോ അത്രയും ടോപ്പിൽ റസൂലുള്ളാഹിനെ പ്രേമിച്ചവരായിരുന്നു ആര്? സഹാബാക്കൾ. അവർക്കിതൊരു വിഷയമായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ അദ്ദേഹം ആ രക്തം കുടിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആർക്കെങ്കിലും എൻ്റെ രക്തം ഒരു മനുഷ്യൻ്റെ രക്തവുമായി കൂടിക്കലർന്ന ഒരാളിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ മാലിക് ബിൻ സിനാനിലേക്ക് നോക്കിക്കോളി എന്ന് പറഞ്ഞു. വേറൊരു റിവായത്തിൽ കാണാം, എൻ്റെ രക്തം ഏതൊരു മനുഷ്യൻ്റെ രക്തവുമായി കൂടിക്കലർന്നോ അയാളെ നരകത്തിൻ്റെ തീ സ്പർശിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മാലിക് ബിൻ സിനാൻ വലിയ VIP കാറ്റഗറിയിൽ പെട്ട് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഭയങ്കര സ്ഥാനം കിട്ടി, നേതാവിൻ്റെ കൂട്ടത്തിലെ സ്വന്തം ആളായി, ഇനി കുറച്ച് സെൽഫി എടുക്കാം അല്ലേ, കുറച്ച് ഇവിടെ തന്നെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിക്കൂടി നിൽക്കാം, അയാൾ സ്റ്റേജിൽ പോകുമ്പോൾ അയാളുടെ കൂട്ടത്തിൽ സ്റ്റേജിൽ പോകും എന്ന് വിചാരിക്കല്ലേ. ഈ പാവം ആ രക്തം കുടിച്ചിറക്കി സുമ്മ അദ്ബറ, എന്നിട്ട് ശത്രുക്കൾക്ക് നേരെ ഇരിച്ചു കയറി ഫഖാതല, അദ്ദേഹം ശക്തമായി യുദ്ധം ചെയ്തു. പാവം ഉഹദിൽ ഷഹീദായി മരണപ്പെടുകയും ചെയ്തു. റളിയല്ലാഹു അൻഹു. പാവപ്പെട്ട സഹാബി. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് ചരിത്ര സംഭവങ്ങളൊന്നുമില്ല. ഒരു പാവപ്പെട്ട സഹാബി, അൻസാരിയാണ്, 3 വർഷമോ 4 വർഷമോ കാണ്ടേ ആയിട്ടുള്ളൂ മുസ്ലിമായിട്ട്. നബി തങ്ങളോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തത്തെ സ്വന്തം രക്തവുമായി കൂടിക്കലർത്തി. എന്നിട്ട് ആ രക്തം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച് സ്വന്തം ജീവനും കൊടുത്ത അദ്ദേഹവും ഷഹീദായി അള്ളാഹുവിലേക്ക് യാത്രയായി. റളിയല്ലാഹു അൻഹു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 14 പേര് നബി തങ്ങളുടെ കൂട്ടത്തിൽ വന്നു. ആ 14 പേരിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വാപ്പ മാലിക് ബിൻ സിനാൻ ഉണ്ട്, സഹൽ ബിൻ ഹനീഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ തൽഹത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി ബിൻ അബി ത്വാലിബ് ഇങ്ങനെയുള്ള കുറേ സഹാബാക്കളുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. കാരണം ഇവരെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഓരോ ക്ലാസ്സിൽ പറയാനുണ്ട്. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ 2-3 പേരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് അത് പിന്നത്തേക്ക് മാറ്റി വെക്കുക. തൽക്കാലം നമ്മളിപ്പോൾ പറയുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. ഈ കൂട്ടത്തിൽ ഈ 14 പേരിൽ ഒരാൾ ആരായിരുന്നറിയോ? ഉമ്മു ഇമാറ നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു അൻഹ. സ്ത്രീയാണ്. അവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, നമ്മൾ ചിലപ്പോൾ പേരെന്നെ കേട്ടിട്ടുണ്ടാവില്ലല്ലേ, ശക്തമായി പ്രതിരോധിച്ച ഒരു സ്ത്രീയായിരുന്നു. അവരെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് മുഴുവനും ഏകദേശം പറയാനുണ്ട്. അത് നമുക്ക് തൽക്കാലം ഇപ്പം തൊട്ട് വെക്കുന്നില്ല. ഒരുപാട് പിന്നെ ചുരുക്കി പറയേണ്ടി വരും. നമുക്ക് വിശദമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം. ഇങ്ങനെ ഈ 14 പേര് നബി തങ്ങളുടെ ചുറ്റും ഒരുമിച്ച് കൂടിയതിന് ശേഷം പിന്നീട് ഒരു 30 പേരും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഇങ്ങനെ ഈ 14 പേരെയും ഈ 30 പേരെയും കൊണ്ട് വളരെ അത്ഭുതകരമായ രീതിയിൽ ശത്രുക്കളുടെ സഫുകൾ കീറി മുറിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഗത്ത് നിന്ന് കുറച്ചപ്പുറത്തേക്കുള്ള മലയുടെ താഴ്വാരത്ത് പോവുകയും അതിനുശേഷം അവിടെ നിന്ന് ഒരു മലയിലേക്ക് ഇങ്ങനെ കയറുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മലയിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്ന സമയത്ത് ഒരാൾ വന്നു. അതാരാ? ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറഞ്ഞ ഒരു ശത്രു. മലയിലേക്ക് ഇങ്ങനെ കയറിപ്പോവുക, പഴുക്കുകളൊക്കെ ഏറ്റിട്ടുണ്ട്.
ആ സമയത്ത് മലയിൽ പകുതി കയറിയപ്പം അയാൾ താഴെയാണുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ മുകളിലാണുള്ളത്. അയാൾ പറഞ്ഞു ലാ നജൗതു ഇൻ നജാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ, ആ മനുഷ്യൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വിജയിക്കൂല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തോപ്പിച്ചാൽ മാത്രമേ ഞാൻ ഇന്ന് വിജയിക്കൂ എന്ന് വീരവാദം മുഴക്കിയിട്ട് ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറഞ്ഞ ആൾ നബി തങ്ങൾക്കെതിരെ ഇങ്ങനെ വരാൻ തുടങ്ങി മലയുടെ മുകളിലേക്ക്. സഹാബാക്കൾ ചോദിച്ചു അയഅതിഫു അലൈഹി റജുലുൻ മിന്ന, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അയാളെ കൈകാര്യം ചെയ്തുകൊള്ളട്ടെ എന്ന് സഹാബാക്കൾ ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു വേണ്ട, എല്ലാവരും പറഞ്ഞു ദഅഹു, എല്ലാവരും വിട്ടേക്ക്, ഞാൻ അവനെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. അവൻ കുറച്ചുകൂടി അടുത്തെത്തിയപ്പോഴത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസ് ഇബ്നു ഉസമ്മ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കിനി ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്, അത് വിശദമായി പറയേണ്ടതാണ്. ഹാരിസ് ഇബ്നു ഉസമ്മ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു കുന്ത ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു കുന്തം ഇങ്ങനെ വാങ്ങി. സാധാരണ കുന്ത ഇങ്ങനെ പിടിച്ചിട്ട് എറിയാം. അപ്പോൾ കുന്ത ഇങ്ങനെ പിടിച്ചിട്ട് എറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഉന്നം കറക്റ്റ് ആക്കണം. അപ്പോൾ ഈ ഉബയ്യ് ഇബ്നു ഖലഫ് മൊത്തവും യുദ്ധത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നോക്കുമ്പം ഈ കുന്തം കൊള്ളാൻ വേണ്ടിയിട്ട് അവൻ്റെ ഈ തലയിലിട്ട ഡ്രസ്സും പടച്ചട്ടയുടെയും ഇടയിൽ ഈ തർക്കുവത്ത്, ഇവിടെ ഈ ചുമലെല്ലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലോ, തലയിലുള്ള വസ്ത്രം ഇവിടം വരെ ഉണ്ടാവും, പടച്ചട്ട പിന്നെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇവിടെ ഒരു ചെറിയ വിടവ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ചരിത്രത്തിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുന്തം ഇങ്ങനെ ഒറ്റയടിക്കറിയാൻ കഴിയില്ല. നിങ്ങൾ ഒളിമ്പിക്സ് മത്സരങ്ങളിലൊക്കെ കാണാം, ആദ്യം ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കി പിന്നെ ഒന്ന് ഇങ്ങനെ ഉന്നം പിടിച്ചിട്ട് എന്നിട്ട് വേണം അറിയാൻ. എൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നല്ലോ കേട്ടോ, ചരിത്രത്തിൽ കാണാം ഫലമ്മാ അഖദഹ, റസൂലുള്ളാഹി ഇതിങ്ങനെ എടുത്ത് ഇൻതഫള ഇന്തിഫാലതൻ, റസൂലുള്ളാഹി ഒന്ന് സട്ടക്കുട്ടൻ എഴുന്നേറ്റ് ഒരു കറക്ക് ഇങ്ങനെ കറക്കി അതിനൊന്ന് നേരെ ആക്കിയെന്ന അതിൻ്റെ പവറിൽ തതായർന അൻഹു തതായുറ ശഅരി അൻ ളഹ്രിൽ ബഈരി ഇദൻതഫള. സാധാരണഗതിയിൽ ഒട്ടകത്തിൻ്റെയൊക്കെ മേലെ ഇങ്ങനെ പ്രാണികളും ഈച്ചകളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് അതൊന്നും ഇങ്ങനെ കുടയുന്ന സമയത്ത് ആ പ്രാണികൾ എപ്രകാരമാണോ പറന്നു പോകുക, അതുപോലെ ഞങ്ങൾ നബി തങ്ങളുടെ അടുക്കൽ നിന്ന് പേടി കാരണം പറന്നു നീങ്ങിയെന്ന്. അമ്മാതിരി ഒരു കൊടയനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്തം കൊണ്ടൊന്ന് കുടഞ്ഞത്. എന്നിട്ട് നബി തങ്ങൾ ഉന്നം കറക്റ്റാക്കിയിട്ട് കറക്റ്റ് ദൂരെയുള്ള മലയുടെ താഴെയുള്ള അവന് നേരെ എറിഞ്ഞു. നേരെ ആ ചെറിയ വിടവുണ്ടായിരുന്ന ആ ഭാഗത്തേക്ക് ആ കുന്തം കൊണ്ട് കയറിയെന്ന്. ചില റിവായത്തുകൾ അവിടെ തന്നെ അവൻ മരിച്ചു കൊണ്ടെന്ന് കാണാം. മറ്റു ചില റിവായത്തുകൾ കുന്തം കൊണ്ടെങ്കിലും വലിയ മുറിവൊന്നും പറ്റിയില്ല, പക്ഷെ അവൻ ആ ഏറിൻ്റെ പവറിൽ കുതിരയുടെ മുകളിൽ നിന്ന് താഴെ വീണു. അപ്പോൾ സഹാബാക്കൾ മേലെയുള്ള അവൻ ശത്രുക്കളുടെ നടുക്കാനുള്ള താഴെ വീണ ഉടനെ അവൻ്റെ കുടുംബക്കാർ അവനെ എടുത്തിട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഇടയ്ക്ക് കാളമുക്രയിടുന്ന പോലെ ഇവൻ മുക്രയിട്ട് ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു ദഹബ വല്ലാഹി ഫുആദ്, നിനക്ക് എന്താ ഭ്രാന്തായോ, ഇതൊരു ചെറിയ മുറിവല്ലേ, നീ എന്തിനാ ഇത്രയും ബേജാറാകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മേലെ ഇന്ന് തുപ്പിയിരുന്നെങ്കിൽ ആ തുപ്പൽ കൊണ്ടും ഞാൻ മരിക്കും. കാരണം ഇതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പണ്ട് എന്നോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വേറൊരു കഥ ഉണ്ട്, ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുത്തതിന് ശേഷം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. അപ്പോൾ ചെറിയ മുറിവ് ഏറ്റിട്ടും ഇവൻ ഈ കാള കാറുന്ന പോലെ കാറിയതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്, അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതെന്താ, പണ്ട് മക്കത്ത് ഇവനൊരു കുതിര ഉണ്ടായിരുന്നു, ഔദ് അല്ലെങ്കിൽ ഊദ് എന്ന അതിൻ്റെ പേര്. ആ കുതിര ഇവൻ കിലോ കണക്കിന് ധാന്യങ്ങൾ ഊട്ടിയിട്ട് ഭക്ഷിപ്പിച്ചിട്ട് പ്രത്യേകമായിട്ട് ഇങ്ങനെ വളർത്തി കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു അന അഖ്തുലുക അലൈഹി, ഞാൻ ഇതിൻ്റെ മേലെ കയറിയിട്ട് നിന്നെ കൊല്ലും മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ ഇടക്കിടക്ക് പറയുമായിരുന്നു. ഈ സമയത്ത് റസൂലുള്ളാഹി അവൻ്റെ മുഖത്ത് തിരിച്ചു നോക്കിയിട്ട് ബൽ അന അഖ്തുലുക ഇൻഷാ അല്ലാഹ്, അങ്ങനെയല്ല ഞാൻ നിന്നെ കൊല്ലുവടാ എന്ന് തിരിച്ചു പറയുമായിരുന്നു മക്കത്ത് വെച്ച് പണ്ട്. അപ്പോൾ ഈ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നബി തങ്ങളോട് ദേഷ്യമുണ്ടായിരുന്നു, നബി തങ്ങളുടെ കൊണ്ടുവന്ന ആശയത്തോട് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അവരുടെ അഹങ്കാരവും അസൂയയും അതിനെ അംഗീകരിക്കാൻ വേണ്ടി അവരെ സമ്മതിച്ചിരുന്നില്ല. എങ്കിലും റസൂലുള്ളാഹി ഒരു കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് കളവാവില്ല എന്ന് 100% ഉറപ്പായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല. അയാൾ പറയാ നിന്നെ ഞാൻ കൊല്ലുവടാ എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം എൻ്റെ മേൽ തുപ്പിയാൽ പോലും ഞാൻ മരിക്കും. അഥവാ എനിക്ക് ഏറ്റ ഈ അടിയുണ്ടല്ലോ, ഈ കുത്ത് എൻ്റെ ദിൽമജാസ് എന്ന് പറഞ്ഞ ആ നാട്ടിലെ മുഴുവൻ പേർക്കും ഏറ്റിട്ടുണ്ടെങ്കിൽ അവർ മുഴുവനും വേണമെങ്കിലും മരിക്കും. കാരണം ഇതിൻ്റെ കുത്തിൻ്റെ പവറല്ല നോക്കുന്നത്, മറിച്ചോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കാണെന്ന് ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു. മുശ്രിക്കീങ്ങൾ ഓരോരോ കാറ്റഗറി ഉണ്ട് അവിശ്വാസികൾ തന്നെ. പക്ഷെ അതിൽ ഏറ്റവും മോശപ്പെട്ട ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഷ്തദ്ദ ഖലബുല്ലാഹി അലാ റജുലിൻ ഖതല നബിയൻ ഔ ഖതലഹു നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബി ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം ഭയങ്കര ശക്തമായെന്ന്. ഉബയ്യ് ഇബ്നു ഖലഫ് ആ വിഭാഗത്തിൽപ്പെട്ട ആൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒറ്റ ഒരാളെ മാത്രമേ കൊന്നിട്ടുള്ളൂ. അതാരാ?
ഉഹദ് രണാങ്കണത്തിൽ ഈ ഉബയ്യ് ഇബ്നു ഖലഫാണ്. ഇയാൾ ഈ കുത്തേറ്റിട്ട് പിന്നീട് തിരിച്ചു പോകുമ്പോൾ സരിഫ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് മരിക്കുകയായിരുന്നു. അപ്പോൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മോശമായ കാറ്റഗറിയിൽപ്പെട്ടയാളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് വധിക്കപ്പെട്ട ഇങ്ങനെയുള്ള ആൾ. അത് എത്ര ആളേ ഉള്ളൂ? ഒറ്റരാളേ ഉള്ളൂ. അപ്പോൾ ഇതിന് ശേഷം സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയൊക്കെ റസൂലുള്ളാഹിന്റെ രക്തം ഒലിക്കുന്നുണ്ട്, നബി തങ്ങളുടെ രക്തം ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അത് നിന്നിട്ടില്ല. ഈ ഒലിക്കുന്ന രക്തവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മലയുടെ മുകളിലേക്ക് കയറുക. ഒരു പാറക്കഷ്ണത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ആ മല ഇപ്പോഴും ഉണ്ട്. റസൂലുള്ള പോയിട്ട് ഇരുന്ന ആ പൊത്തും ഇപ്പോഴും നിങ്ങൾക്ക് ഉഹദിൻ്റെ പിന്നിലുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അത്. അപ്പം നബി തങ്ങൾ ഒരു പാറയുടെ മുകളിലേക്ക് കയറാൻ ഉദ്ദേശിച്ചപ്പോൾ നബി തങ്ങൾക്ക് സാധിച്ചില്ല. അപ്പം 30-ൽ പരം വെറ്റേറ്റ തൽഹ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബൈദ റളിയല്ലാഹു അൻഹു ചെറുങ്ങനെ ശുശ്രൂഷിച്ചപ്പോൾ കുറച്ചൊരു ആരോഗ്യം കിട്ടിയ തൽഹ റളിയല്ലാഹു അൻഹു ഓടി വന്ന് നബി തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കുലിഞ്ഞിരുന്ന് കൊടുത്ത് നബി തങ്ങളോട് തൻ്റെ പുറത്ത് ചവിട്ടാൻ പറഞ്ഞു. നബി തങ്ങൾ പുറത്ത് ചവിട്ടിയപ്പോൾ ആ സഹാബി പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നബി തങ്ങൾ ആ പാറയുടെ പുറത്തേക്ക് കയറ്റി. നബി തങ്ങൾ 2 പടച്ചിട്ടിട്ടുകൊണ്ട് കയറാൻ കഴിഞ്ഞില്ല റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് റസൂൽ പറഞ്ഞു, ഔജബ തൽഹ, തൽഹക്ക് സ്വർഗം ഉറപ്പായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി തങ്ങൾ കയറിയപ്പം നബി തങ്ങളെയും സഹാബാക്കളെയും വധിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു ശ്രമം അബൂ സുഫിയാൻ്റെയും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പടയാളികൾ അവസാനമായിട്ടൊരു ശ്രമം നടത്തി. അത് ഇങ്ങനെ അവരിങ്ങനെ അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധി നമുക്ക് മനസ്സിലാവും. ആദ്യം തന്നെ റസൂൽ യുദ്ധത്തിലുള്ള സ്ഥലം തിരഞ്ഞെടുത്ത്, ഞാൻ പറഞ്ഞല്ലോ അല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുകളിലേക്ക് ഓടിക്കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്ത് സൈന്യത്തെ നിർത്തിയത്. അപ്പോൾ റസൂലുള്ളാഹിയും സഹാബാക്കളും മലയുടെ മുകളിലാണുള്ളത്. ഖാലിദ് റളിയല്ലാഹു അൻഹും അബൂ സുഫിയാനും ഒരു വലിയ സൈന്യത്തെയും കൊണ്ട് കുതിരപ്പടയാളികൾ മലയുടെ മേളിലേക്ക് ഇങ്ങനെ കയറാൻ ശ്രമിക്കുക. ഇവരെ കണ്ടപ്പോൾ റസൂലുള്ളാഹി നെഞ്ചു പൊട്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഇന്നഹു ലാ യംബഗി ലഹും അൻ യഅലൂന, ഇനിയും പരീക്ഷിക്കല്ലേ, ഇവരെ ഒരിക്കലും ഞങ്ങളെ കീഴടക്കാൻ നീ സമ്മതിക്കല്ലേ എന്ന് നെഞ്ചു പൊട്ടി ദുആ ചെയ്തു. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഒരു ചെറിയ സംഘത്തെയും റസൂലുള്ളാഹി ഏൽപ്പിച്ചു. നബി തങ്ങളുടെ ആ ബുദ്ധിപരമായ ഐഡിയ അവിടെ ക്ലിക്കായി. ആ പാറയുടെ മുകളിൽ നിന്ന് അവർക്ക് ചെറിയ കല്ലുകൾ ഇങ്ങനെ ഉരുട്ടിയിടേണ്ട ആവശ്യം വന്നുള്ളൂ. കാരണം മുകളിൽ നിൽക്കുമ്പോൾ കുതിര കയറുമ്പോൾ ഒരു കല്ലുകൾ ഇങ്ങനെ ഉരുട്ടിയിട്ടാൽ തന്നെ അവർക്ക് പിന്നെ കയറാൻ കഴിയില്ലല്ലോ. അത് വളരെ ക്ലിക്കായി. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ സൈന്യവും കല്ലുകൾ എറിഞ്ഞിട്ട് ആ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈന്യത്തെ തിരിച്ചയച്ചു. അതോടുകൂടി മുസ്ലിമീങ്ങൾ സുരക്ഷിതമായി ഇപ്പറഞ്ഞ 30 പേരെയും 14 പേരെയും കൊണ്ട് ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്കെല്ലാം ഈ മലയുടെ മുകളിലേക്ക് വരാൻ കഴിയുന്ന തരത്തിൽ ഒരു വഴി ഒരുക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഉദ്ദേശിച്ച പ്ലാൻ ബി വളരെ സക്സസ് ആയി നടപ്പിലാക്കി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം അവിശ്വസനീയമായ അത്ഭുതകരമായ മുന്നേറ്റമായിരുന്നത്. എവിടുന്നാണ് തുടങ്ങുന്നത്? 9 പേരിൽ നിന്നാണ് തുടങ്ങുന്നത്. ശത്രുക്കൾ ആയിരക്കണക്കിനുണ്ട്. ഈ 9 പേരെയും കൊണ്ട് അവസാനം ഇത്രയും സുരക്ഷിതമായി ഒരു മലമുകളിൽ എത്തിയിട്ട് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിന് വലിയ കംബാക്ക് വേറെ ഉണ്ടോ? ഇതിൽ വലിയ സക്സസ് പ്ലാൻ വേറെ ഉണ്ടോ? അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു വരേണ്ടത്. ഉഹദ് എന്ന് പറയുമ്പോൾ ഒരു പരാജയമാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നരുത്. പരീക്ഷണം ഉണ്ടായി, നഷ്ടങ്ങൾ സംഭവിച്ചു, സഹാബാക്കൾ കുറേ ആൾ ഷഹീദായി, നബി തങ്ങൾക്ക് പരിക്കുകളൊക്കെ ഏറ്റു. അത് അള്ളാഹു ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പക്ഷെ ഒരിക്കലും എന്തായിരുന്നില്ല, പരാജയമായിരുന്നില്ല. മറിച്ചോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും നബി തങ്ങളുടെ ഇദാരിയായ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പാഠമാണെന്ത്. എന്നിട്ട് സഹാബാക്കളൊക്കെ മലയുടെ മുകളിൽ കയറിയിട്ട് പിന്നെന്താ സംഭവിച്ചതെന്നറിയോ? അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എല്ലാ സഹാബാക്കൾക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള വലിയ അനുഗ്രഹമായിക്കൊണ്ട് ഒരു തൂങ്ങിയ ഉറക്കത്തെ അള്ളാഹു സമ്മാനിച്ചു എന്ന്. ആലോചിച്ച് നോക്കിയേ, മുശ്രിക്കീങ്ങൾ ഇങ്ങനെ ഇവരെ ഓടിച്ച് മേലയിലേക്ക് എത്തിച്ച് അവരെല്ലാം മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തി എന്നുള്ള വിശ്വാസത്തിൽ തിരിച്ചു പോകാൻ വേണ്ടി പോകും. ആ രംഗൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് സഹാബാക്കളെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ഖുർആനിൽ പറയുന്നുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാ, എനിക്കും ആ നുആസ് തൂങ്ങി ഉറക്കം അള്ളാഹു തന്നപ്പം അത് ബാധിച്ച ആളായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പലവട്ടം വാള് താഴെ പോയതാണ്. വേദനയുണ്ട്, മുറിവ് പറ്റിയിട്ടുണ്ട്, ശത്രുക്കൾ പരാജയപ്പെടുത്തിയെന്ന് ശത്രുക്കൾ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ശത്രുക്കൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉറങ്ങിയിട്ട് വാള് താഴെ വീഴുന്ന അത്രയും മനസ്സമാധാനത്തിലിരിക്കുന്ന സഹാബാക്കളാണ്. അവർക്ക് എത്ര ദേഷ്യം ഉണ്ടാവും. കാരണം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടത് എന്താ അറിയോ? ശത്രുക്കൾ മുസ്ലിമീങ്ങളുടെ ശരീരത്തെ വികൃതമാക്കിയതിനെ കുറിച്ചാണ്. ആ വികൃതമാക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ചിട്ട്. ആർക്കാ ദേഷ്യം പിടിക്കാതിരിക്കാം? അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാ, ഇടയ്ക്ക് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? സഹാബാക്കൾ ഉറങ്ങിയിട്ട് അവരുടെ പരിചയുടെ അടിയിലേക്ക് ഇങ്ങനെ തല ഇങ്ങനെ പോകുന്ന കാഴ്ചയായിരുന്നു. ഉറങ്ങിയിട്ട് അതായിരുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാണ്.
അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി ആ ഉറക്കവും കൂടി സഹാബാക്കൾക്ക് കിട്ടുന്നതോടുകൂടി ഉഹദിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുകയാണ്. ഇനി ഉഹദിൻ്റെ ബാക്കിയുള്ള ഉഹദ് കഴിഞ്ഞു, ഉഹദ് യുദ്ധം അവസാനിച്ചു. ഉഹദ് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് പറയേണ്ടത്. അതിനു മുമ്പ് നമ്മൾ വിട്ടുപോയ ചില മഹാന്മാരായ സഹാബാക്കളുടെ വ്യക്തിചരിത്രത്തിലേക്കും ഉഹദിലുള്ള അവരുടെ സംഭാവനകളിലേക്കും നമുക്ക് വെളിച്ചം വീശുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹമൊക്കെ ഉഹദിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച സഹാബിയായിരുന്നു. അതിലേക്കും നമ്മൾ വെളിച്ചം വീശേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവസാനമായിട്ട് ഉഹദിൻ്റെ ഇത്രയും പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം പോലെ ഒരു ആയത്ത് മാത്രം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സൂറത്ത് ആൽ ഇംറാനിലെ 124-ാമത്തെ ആയത്താന്ന് തോന്നുന്നു. ആയത്ത് നമ്പർ സംശയമുണ്ട്. അം ഹസിബുത്തും, നിങ്ങൾ എന്താ ധരിച്ചിരിക്കുകയാണോ, അൻ തദ്ഖുലുൽ ജന്ന, അങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? വലമ്മാ യഅലമില്ലാഹ്, അള്ളാഹു ഇതുവരെയും അറിഞ്ഞിട്ടില്ല, അല്ലദീന ജാഹദു മിൻകും, നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്തവർ ആരാണ് എന്ന് അള്ളാഹു അറിയുന്നതിന് മുമ്പ് അങ്ങനെ അങ്ങ് എളുപ്പത്തിൽ സ്വർഗത്തിൽ കയറാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ലാഹു അക്ബർ. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് നിങ്ങൾ യുദ്ധം ചെയ്യുന്നവർ എന്ന വാക്കല്ല, മറിച്ച് എന്താ അള്ളാഹു ഉദ്ദേശിച്ചത്? നിങ്ങളിൽ നിന്ന് ആരാണ് ജിഹാദ് ചെയ്യാൻ തയ്യാറുള്ളവർ എന്ന് അള്ളാഹു മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്. യുദ്ധം ചെയ്തത് ഖുസ്മാനി യുദ്ധം ചെയ്ത് അല്ലേ, 7 അല്ല 9 ശത്രുക്കളെ അയാൾ കൊന്ന്. മുനാഫിക്കിൻ്റെ വലിയ ആളായിരുന്നു അയാൾ. യുദ്ധം ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റും, പക്ഷേ മനസ്സിനോട് ജിഹാദ് ചെയ്തിട്ട് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടി സമർപ്പിക്കാൻ, ജിഹാദിന് യുദ്ധമൊന്നും മാത്രമല്ലല്ലോ, അതെല്ലാവർക്കും സാധിക്കൂല. അപ്പം അള്ളാഹുവിന് എന്താ അറിയേണ്ടത്? നിങ്ങളുടെ കൂട്ടത്തിൽ ജിഹാദ് ചെയ്യാൻ ആരാണ് തയ്യാറുള്ളത്? വയഅലമസ്സാബിരീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ശമാലുക്കൾ ആരാണ് എന്നറിയുന്നതിന് മുമ്പ് അങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. അതൊരു സന്ദേശമായി നിങ്ങൾക്ക് നൽകുകയാണ്. ഞാൻ ആയത്ത് നല്ല രീതിയിൽ ഓതാം. ഇത് ഞാനാണ് ഓതുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട. അള്ളാഹു ഡയറക്റ്റ് നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നത് പോലെ സങ്കല്പിക്കുക. ഈ ആയത്ത് കേൾക്കുമ്പം, അതോടെ നമ്മൾ ക്ലാസ് അവസാനിക്കുകയാണ്, ഈ ആയത്ത് കേൾക്കുമ്പം എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വേണം. സഹാബാക്കൾ, നമ്മൾ ഇനി റമദാന വരാൻ പോകുന്നത്, സ്വർഗത്തെയാണ് ചോദിക്കാൻ പോകുന്നത്. ആ സ്വർഗത്തിലേക്ക് നടന്നുപോയ ആളുകളുടെ ചരിത്രത്തെയാണ് നമ്മൾ ഒരുപാട് ഇത്രയും നേരം കേട്ടത്. അപ്പോൾ അവർ പോയ കാര്യങ്ങൾ, അവർ ത്യാഗം സഹിച്ചത്, അവർ ക്ഷമിച്ചത്, അതിനൊക്കെ ആലോചിച്ചിട്ട് ഈ ആയത്തൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. അതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. റെഡിയല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسبتم أن تدخلوا الجنة أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين صدق الله العظيم. ഒരു 3 പ്രാവശ്യം സലാത്ത് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.